എല്ലാവർക്കും ടാരോ ടോക്ക് 1111 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 12 ഫുൾ മൂൺ ഡേ ആണ്. ഇന്നത്തെ ദിവസം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇന്നത്തെ ഡേ ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ വരും, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇതുപോലത്തെ ടാരോ റീഡിങ്സും സ്പിരിച്വൽ ഗൈഡൻസ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ, അതായത് ഫെബ്രുവരി 12 ഇന്നത്തെ എനർജി എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഈ ഒരു ഫുൾ മൂൺ നമുക്ക് ഒരു ഇമോഷണൽ ക്ലാരിറ്റി കൊണ്ടുവരും. അതായത് ഒരുപാട് നാളായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ കൺഫ്യൂഷനോ അല്ലെങ്കിൽ ക്ലാരിറ്റി ഇല്ലാതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഡേ നിങ്ങൾക്കൊരു ഇമോഷണലി ഒരു ക്ലാരിറ്റി കൊണ്ടുവരാവുന്നതാണ്. ആൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളുടെ മൈൻഡിലുള്ള ഒരു ഓവർ തിങ്കിങ്, നെഗറ്റിവിറ്റി, ഇതെല്ലാം തന്നെ ഇന്നത്തെ ഒരു ദിവസം നമുക്ക് റിലീസ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഇന്നത്തെ ഒരു ഡേ ഒരുപാട് ആൾക്കാർക്ക് ഒരു ഇൻറ്റ്യൂഷൻ ഹൈലി അല്ലെങ്കിൽ ഒരു ഡീപ്ലി ഒരു ഇൻറ്റ്യൂഷൻ ഫീൽ ചെയ്യാം. അതായത് ഉള്ളിൽ നിന്ന് എന്തെങ്കിലും ഒരു അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുക, ചിലപ്പോൾ മൂഡ് സ്വിങ്സ് വന്നേക്കാം. അതൊക്കെ ഇന്നത്തെ ഡേ നമുക്ക് കാണാവുന്നതാണ്. ആൻഡ് ഇന്നത്തെ ഫുൾ മൂണിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇമോഷണലി ഹീലാവാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് ഡേ അല്ലെങ്കിൽ പെർഫെക്റ്റ് ടൈമാണ് ഇന്നത്തെ ഒരു ദിവസം. ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും കരിയറിലായാലും ഒരു സ്പിരിച്വൽ ഗ്രോത്തിലായാലും മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് ഇന്നത്തെ ഡേ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. ഫുൾ മൂൺ മാനിഫെസ്റ്റേഷന് നമുക്ക് ഒരു പേപ്പർ എടുക്കാം, അതിലേക്ക് നമ്മളുടെ ആഗ്രഹങ്ങൾ എഴുതി വയ്ക്കാവുന്നതാണ്. രണ്ടാമത് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാം. ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് ജേർണലായിട്ട് വേണമെങ്കിലും എഴുതാം, അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞാലും മതി. നെക്സ്റ്റ് നമുക്ക് അഫർമേഷൻസ് പറയാവുന്നതാണ്. പവർഫുൾ ആയിട്ടുള്ള അഫർമേഷൻസ് പറയാം. അതായത് എല്ലാ നെഗറ്റിവിറ്റീസിനെയും ഞാൻ റിമൂവ് ചെയ്യുന്നു, എൻ്റെ ലൈഫിലേക്ക് സന്തോഷത്തെ ഞാൻ അട്രാക്റ്റ് ചെയ്യുന്നു, പോസിറ്റിവിറ്റിയെ മാത്രം എൻ്റെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു. അത്തരത്തിലുള്ള പോസിറ്റീവ് അഫർമേഷൻസ് നിങ്ങൾക്ക് ഇന്നത്തെ ഡേ പറയാവുന്നതാണ്. നെക്സ്റ്റ് നിങ്ങൾക്ക് ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം അത് നിങ്ങളുടെ കൈകളിൽ ഹോൾഡ് ചെയ്ത് മൂൺ എനർജി കാണത്തക്ക രീതിയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വിഷസ് പറയാവുന്നതാണ്. ആൻഡ് വിഷസ് എല്ലാം പറഞ്ഞതിന് ശേഷം നിങ്ങൾക്കൊരു പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഈ ജലം സേവിക്കാവുന്നതാണ്. ഇനി ഈ ഇന്നത്തെ ഡേ നിങ്ങൾക്ക് ആ ഒരു നെഗറ്റിവിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ആ ഒരു എല്ലാ നെഗറ്റീവ് എനർജീനെയും റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു പേപ്പർ എടുക്കുക, അതിലേക്ക് നിങ്ങളുടെ മനസ്സിലെ എല്ലാ ഭയം അല്ലെങ്കിൽ നിങ്ങൾക്ക് പാസ്റ്റിൽ നടന്നിട്ടുള്ള എന്ത് കാര്യമാണ് ഇപ്പം നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു നെഗറ്റീവ് ചിന്തകളെ ആ ഒരു പേപ്പറിലോട്ട് എഴുതുക. അതിനുശേഷം നിങ്ങൾ ആ ഒരു പേപ്പർ കത്തിക്കേണ്ടതാണ്. രണ്ടാമതായിട്ട് നിങ്ങൾ കുളിക്കുന്ന നേരത്ത് ഒരു നുള്ള് കല്ലുപ്പ് അതിലേക്ക് ഇട്ടിട്ട് നിങ്ങൾക്ക് കുളിക്കാവുന്നതാണ്. ഇതും ആ ഒരു നെഗറ്റീവ് എനർജീനെ ക്ലെൻസ് ചെയ്യാനും നിങ്ങൾക്ക് ഒരു റിഫ്രഷിങ് ഫീൽ കിട്ടാനും ഹെൽപ്പ് ചെയ്യും. ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു സ്പേസ്, അതായത് നിങ്ങളുടെ വീട് ക്ലീനാക്കി ശുദ്ധമാക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ചെയ്യുമ്പോഴും നമ്മളിലേക്ക് ആ ഒരു പോസിറ്റീവ് എനർജി വരുന്നതാണ്. ആൻഡ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്, ആ ഒരു ഡിവൈൻ എനർജി ആയിട്ട് കണക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു മൂണിനെ കാണത്തക്ക രീതിയിൽ ഇരിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കാം ഒരു പ്ലേസിൽ ഇരിക്കുക, നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക, നിങ്ങളും ആ ഒരു മൂൺ എനർജി ആയിട്ട് കണക്റ്റ് ചെയ്യുന്നത് വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ഭഗവാന്റെ നാമം നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. ആ ഒരു ടൈം നിങ്ങൾ മാക്സിമം മറ്റ് ഒന്നിലും ഏർപ്പെടാതെ നിങ്ങൾക്കായിട്ട് നിങ്ങളും ആ ഒരു ഡിവൈൻ എനർജിയായിട്ട് കണക്റ്റ് ചെയ്യാനുള്ള ഒരു സമയമായി കാണുക. നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സ്വപ്നം അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീംസൊക്കെ നടക്കുന്നതായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന ആ ഒരു ഇമോഷൻസൊക്കെ ഫീൽ ചെയ്യുക. ഇന്നത്തെ ഡേ എന്ന് പറയുന്നത് ഒരു പവർഫുൾ ഡേ ആണ്, അല്ലെങ്കിൽ പവർഫുൾ ടൈമാണ്. നമ്മളുടെ ആ ഒരു എനർജി, നെഗറ്റീവ് എനർജീനെ റിലീസ് ചെയ്യാനും നമ്മൾ ഇമോഷണലി ഒന്ന് ഹീലാവാനും അതുപോലെ തന്നെ മാനിഫെസ്റ്റ് ചെയ്യാനും
സോ നിങ്ങൾ മൈൻഡൊന്ന് കാം ചെയ്യുക. ഒരു 2 മിനിറ്റ് നിങ്ങളൊന്ന് കണ്ണടച്ച് മെഡിറ്റേറ്റ് ചെയ്യുക. നിങ്ങളുടെ ഇപ്പോഴത്തെ എല്ലാ നെഗറ്റീവ് ചിന്തകളും എല്ലാം, ഓവർ തിങ്കിങ്ങും ആങ്സൈറ്റിയും എല്ലാം ഇന്നത്തെ ഡേ നമ്മൾ റിലീസ് ചെയ്ത് കളയാൻ പോവുകയാണ്. സോ ഇന്നത്തെ ഫുൾ മൂൺ ഡേ നിങ്ങൾക്ക് ഉള്ള എനർജി എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ പോസിറ്റീവായി മാത്രം ചിന്തിക്കുക, പോസിറ്റീവ്സിനെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് വന്നിരിക്കുന്ന കാർഡ് കിങ് ഓഫ് വോൺസ് ആണ്. ഓക്കെ, സോ കിങ് ഓഫ് വോൺസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് അല്ലെങ്കിൽ കോൺഫിഡൻസിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഇന്നത്തെ മൂൺ എനർജി നിങ്ങളെ ഒരു നിങ്ങളുടെ ലൈഫിൽ കുറച്ചുകൂടെ ആകാനും ബോൾഡായിട്ടുള്ള ആക്ഷൻസ് എടുക്കാനുമാണ് പറയുന്നത്. ഒന്നാമതായി തന്നെ നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റാൻ പറ്റിയ മികച്ച ഒരു ദിവസമാണ്, അല്ലെങ്കിൽ മികച്ച ഒരു സമയമാണ് ഇന്നത്തെ ദിവസം. അതായത് ഇന്നത്തെ ദിവസം ഫുൾ മൂൺ നമുക്ക് ആ ഒരു സ്ട്രെങ്തും ക്ലാരിറ്റിയും തരുന്നതാണ്. നിങ്ങൾ എന്തിനെങ്കിലും കുറിച്ചൊരു ആക്ഷൻസ് ചെയ്യണമെന്ന് നിങ്ങൾ കുറേ നാളുകൊണ്ട് ആലോചിക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ഒരു ബെസ്റ്റ് ടൈമാണ് ഇന്നത്തെ ദിവസം. രണ്ടാമതായി നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. അതായത് നിങ്ങളെ തന്നെ ഒരുപാട് കാര്യങ്ങളിൽ ഡൗട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളെക്കൊണ്ട് പറ്റുമോ, അങ്ങനെയുള്ള അനാവശ്യ ഭയം ചിന്തകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇന്നത്തെ ഡേ റിമൂവ് ആവുന്നതാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി നിങ്ങളിൽ തന്നെ വരുന്നതാണ്. മൂന്നാമതായി നിങ്ങൾക്കുള്ള ഗോൾസ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് സെറ്റ് ചെയ്യാനും അതിന് വേണ്ട ആക്ഷൻസ് എടുക്കാനും നിങ്ങളെക്കൊണ്ട് പറ്റുന്നതാണ്. നിങ്ങൾ ഇനിയും വെയിറ്റ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ ആ ഒരു കിങ്ങിനെ പോലെ ബോൾഡായിട്ടുള്ള ആക്ഷൻസ് എടുക്കുക. നിങ്ങൾക്ക് ഫുൾ മൂണിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടാകും എന്നുള്ളതാണ്. അടുത്തതായി നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്തിന്, ആത്മീയ വളർച്ചയ്ക്കും ഇത് നല്ലതാണ്. സോ മെഡിറ്റേഷനും ജേർണലിങ്ങൊക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഡിവൈൻ എനർജീസായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നിങ്ങൾക്കുള്ള യൂണിവേഴ്സൽ മെസ്സേജസ് നോക്കാം. ഓക്കെ, മജീഷ്യൻ കാർഡ്, പേജ് ഓഫ് വോൺസ്, കിങ് ഓഫ് കപ്സ്. ഓക്കെ, ഫസ്റ്റ് ഞാൻ ചോദിച്ചത് നിങ്ങൾ എന്താണ് മൈൻഡിൽ വെക്കേണ്ടത് എന്നാണ്. അപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന കാർഡ് മജീഷ്യൻ കാർഡായിരുന്നു. അതായത് നമുക്ക് എന്താണോ വേണ്ടത് അത് നമുക്ക് തന്നെ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മളുടെ ഡ്രീംസിനെ നമുക്ക് റിയാലിറ്റിയിലോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതിന് നമ്മളിൽ തന്നെ ആ ഒരു പവർ ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. സോ ഫസ്റ്റ് നമ്മളെ തന്നെ വിശ്വസിക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സ് നമ്മളോട് പറയുന്നത്. ആ ഒരു ഇത് നമ്മളെ മൈൻഡിൽ വെക്കുക. സെക്കൻഡ് നമുക്ക് വന്നിരിക്കുന്നത് മൂൺ ബ്ലെസ്സിങ്സ് നോക്കിയപ്പോൾ പേജ് ഓഫ് വോൺസ് ആണ്. അതായത് പുതിയ അവസരങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് മേ ബി റിലേഷൻഷിപ്പ് ആയാലും കരിയറിലായാലും ഒരു പുതിയ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. സോ നിങ്ങളതിൽ ആക്ഷൻസ് എടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ആൻഡ് തേർഡ്, നമ്മൾ എന്ത് ആക്ഷൻസാണ് നിങ്ങൾ എടുക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും കിങ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾ കറൻ്റ്ലി ഇമോഷണലി കുറേ വീക്കാണ്, അല്ലെങ്കിൽ ഇമോഷണൽ ഇംബാലൻസിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. അപ്പോൾ നിങ്ങൾ ആ ഒരു കിങ്ങിനെ പോലെ കാമായിരിക്കുക, ആക്ഷൻസ് എടുക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളോട് ഇപ്പോൾ പറയുന്നത്. സോ ആ ഒരു മൈൻഡ് കാമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മെഡിറ്റേഷൻസ് പ്രാക്ടീസ് ചെയ്യാം, ജേർണലിംഗ് സ്റ്റാർട്ട് ചെയ്യാം, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാം. സോ ഇതൊക്കെ ചെയ്യുന്നത് വഴിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷണൽ ബാലൻസ് കൊണ്ടുവരാനായി സാധിക്കുന്നതാണ്. നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾ പഠിക്കുക. ഓക്കെ, സോ ഇന്നത്തെ വലിയൊരു പവർഫുൾ ആയിട്ടുള്ളൊരു റീഡിങ്സാണ് നമുക്ക് ഫുൾ മൂണിൽ വന്നിട്ടുള്ളത്. സോ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുക, ഇമോഷണലി ഹീലാകുക, പുതിയ ബിഗിനിങ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതാണ്. നിങ്ങൾ തന്നെ വിശ്വസിക്കുക. ഓക്കെ, നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്കിൽ ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ടായിരുന്നു. സോ അതെന്ന് പറയുന്ന ഒരു സെൽഫ് ലവ് ആൻഡ് ഹീലിങ്ങിൻ്റെ ഒരു കാർഡാണ്. നിങ്ങൾ സെൽഫ് ലവ് ഡെവലപ്പ് ചെയ്യുക, നിങ്ങളുടെ ആ ഒരു പാസ്റ്റ് പെയിൻ അതൊക്കെ നിങ്ങൾ റിലീസ് ചെയ്ത് നിങ്ങൾ തന്നെ പുതിയൊരു മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അല്ലാതെ റിലേഷൻഷിപ്പ് വൈസ് നോക്കുമ്പോഴത്തേക്കും ഒരു സോൾ കണക്ഷനെയും കാണിക്കുന്നുണ്ട്. നിങ്ങൾ റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ലവ് കുറച്ചുകൂടെ സ്ട്രെങ്തൻ ആവാനും, കുറച്ചുകൂടെ നിങ്ങൾ പരസ്പരം അണ്ടർസ്റ്റാൻഡിങ് ഡെവലപ്പ് ചെയ്യാനും, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണകളുണ്ടെങ്കിൽ അതൊക്കെ സോർട്ട് ഔട്ട് ചെയ്ത് ക്ലിയർ ആവാനും ഒരു ചാൻസ് കാണുന്നുണ്ട്. സോ ഓവറോൾ ഒരു സെൽഫ് ലവിൻ്റെയും നിങ്ങൾ ഇൻഡ്യൂഷനെ ട്രസ്റ്റ് ചെയ്യുക, ആക്ഷൻസ് എടുക്കുക, മാനിഫെസ്റ്റ് ചെയ്യുക എന്ന ഒരു എനർജിയാണ് നമുക്ക് ഈ ഒരു
ഓവറോൾ റീഡിങ്ങിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതായിരുന്നു നമ്മളുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ലൈക്ക് തരിക. നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു.